നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ആറാട്ടുപുഴ പൂരത്തിനിടെ വീണ്ടും ആനയിടഞ്ഞു. ഉടൻ തന്നെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് ആനയെ തളച്ചു. ഇരിഞ്ഞാലക്കുടയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവ് മരിച്ചു. കാട്ടുങ്ങച്ചിറ സ്വദേശി 43 വയസ്സുള്ള ഷാനവാസ് ആണ് മരിച്ചത്. ക്രിസ്തുവിന്റെ ജെറുസലേം സ്മരണ പുതുക്കി ലോകമെന്ന് ഓശാന ഞായർ ആഘോഷിക്കുകയാണ്. ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരത്തിനിടെ വീണ്ടും ആനയിടഞ്ഞു. ഉടൻ തന്നെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് ആനയെ തളച്ചു. ആനകൾ ഇടഞ്ഞതോടെ തൃപ്രയാർ തേവരുടെയും ഊരകത്തമ്മയുടെയും മടക്കയാത്ര വൈകി. ഇന്ന് രാവിലെ കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ആന ഇടഞ്ഞത്. വടക്കുംനാഥൻ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വഴിയിലൂടെ കിഴക്കേ നടയിലേക്കാണ് ആദ്യം ഓടിയത്. ആന പിന്നീട് സ്റ്റേജിന് സമീപത്തിലൂടെ വടക്ക് വശത്തേക്കും ഓടി. ഉടൻ തന്നെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് ആനയെ തളച്ചു. പിന്നാലെ മറ്റൊരാനയും ഇടഞ്ഞുവെങ്കിലും വേഗം തളച്ചു. കഴിഞ്ഞ ദിവസവും ഇവിടെ 2 ആനകൾ ഇടഞ്ഞിരുന്നു. തറക്കൽ പൂരത്തിനിടെ നടന്ന ഉപചാരം ചൊല്ലൽ ചടങ്ങിനെയാണ് ആനകൾ ഇടഞ്ഞത്. ഇടഞ്ഞ ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യം വരെയുണ്ടായി. ആനകൾ ഇടയുന്നത് കണ്ട് ഓടിയവർക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നും ഇവിടെ ആന ഇടഞ്ഞത്. അതേസമയം ആറാട്ടുപുഴ പൂരത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആന എഴുന്നള്ളിപ്പിന് സുരക്ഷാ മുൻകരുതൽ കർശനമാക്കാൻ ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിട്ടിരുന്നു. മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം ആന എഴുന്നള്ളിപ്പ് നടത്തേണ്ടതെന്നും അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ നിയന്ത്രിക്കാൻ മയക്കുവെടി വിദഗ്ധനടക്കമുള്ളവരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ആറാട്ടുപുഴ പൂരത്തിന് ആന എഴുന്നള്ളിപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചാണോ നടന്നത് എന്ന് പരിശോധിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി കൺസർവേറ്റർ ഇക്കാര്യം പരിശോധിച്ചറിയിക്കണം. ആനകൾക്ക് പൊതുജനത്തിൽ നിന്ന് പ്രകോപനമുണ്ടാകുന്നില്ലെന്ന് ദേവസ്വം ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിലുണ്ട്. അതുപോലെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനും ആവശ്യമായ സംവിധാനം വേണമെന്നും ഉത്തരവ് അനുശാസിക്കുന്നു. മീഡിയ ടൈം, തൃശൂർ. ഇരിഞ്ഞാലക്കുടയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവ് മരിച്ചു. കാട്ടുങ്ങച്ചിറ സ്വദേശി 43 വയസ്സുള്ള ഷാനവാസ് ആണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു മരണം. ഇരിഞ്ഞാലക്കുട മറീന ഹോസ്പിറ്റലിന് മുൻവശത്തെ പെട്രോൾ പമ്പിൽ ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. പെട്രോൾ പമ്പിലെത്തിയ ഷാനവാസ് കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടു. എന്നാൽ പമ്പ് ജീവനക്കാർ കുപ്പിയിൽ പെട്രോൾ നൽകിയില്ല. തുടർന്ന് ഇയാൾ കന്നാസിൽ പെട്രോൾ വാങ്ങി ദേഹത്തൊഴിച്ച ശേഷം പോക്കറ്റിൽ കരുതിയിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുകയായിരുന്നു. കുടുംബവഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് സൂചന. സമീപത്തെ ഹോട്ടലിൽ ചായ കുടിക്കാനെത്തിയ തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ആബ്ദമിത്ര വോളണ്ടിയർ വിനു ഈ സംഭവം കാണുകയും ദ്രുതഗതിയിൽ പമ്പിലേക്ക് ഓടിയെത്തി ഫയർ എക്സിക്യൂഷണർ ഉപയോഗിച്ച് തീ അണയ്ക്കുകയുമായിരുന്നു. വിനുവിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് തീ അണയ്ക്കാനായതും പമ്പിലേക്ക് തീ പടരാതെ വൻ ദുരന്തം ഒഴിവായതെന്നും പമ്പ് അധികൃതർ പറഞ്ഞു. പരിക്കേറ്റ ഷാനവാസിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. ദേശീയപാതയിൽ മുരിങ്ങൂർ കോട്ടമുറി ജംഗ്ഷനിൽ ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കാർ യാത്രക്കാരായ തലശ്ശേരി സ്വദേശികളായ പോളിക്കുൾ പുരുഷോത്തമൻ, പ്രിയ എന്നിവരെ ആദ്യം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് അപ്പോളോ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7:30-നാണ് അപകടം. എറണാകുളം ഭാഗത്തു നിന്ന് വന്ന കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പുറകിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ വട്ടം കറങ്ങി റോഡിൽ തിരിഞ്ഞു കിടക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്ക് ദേശീയപാതയിൽ ഭാഗികമായി വാഹന ഗതാഗതം തടസ്സമായി. കൊരട്ടി പോലീസ് എത്തി ക്രെയിൻ ഉപയോഗിച്ച് കാർ ദേശീയപാതയിൽ നിന്ന് നീക്കിയ ശേഷമാണ് വാഹന ഗതാഗതം സാധാരണ നിലയിലായത്. കല്ലൂർ NSS കരയോഗത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഴ്ചയുള്ളവർക്ക് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് തിരിച്ചറിയില്ല. ഇല്ലാത്തവർക്കാണ് സത്യത്തിൽ കാഴ്ചയുടെ
മഹത്വം എന്താണ് എന്ന് മനസ്സിലാവുക എന്ന് പറയും. അപ്പോൾ ആ കാഴ്ചയുടെ മഹത്വം എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ കൊണ്ട് നമ്മളെയൊക്കെ കാണാതെ തന്നെ നമ്മളെ കാണുന്നതിൻ്റെതായ ആ ഒരു മാനസികാവസ്ഥയിലാണ് ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത കഴിവോടുകൂടി ആ കുട്ടി പാടുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും. കരയോഗം പ്രസിഡന്റ് കെ ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സി രാകേഷ്, കരയോഗം സെക്രട്ടറി രാകേഷ് ആർ മേനോൻ, വനിതാ സമാജം പ്രസിഡന്റ് സരിത ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുവിന്റെ ജെറുസലേം സ്മരണ പുതുക്കി ലോകം ഇന്ന് ഓശാന ഞായർ ആഘോഷിക്കുകയാണ്. ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്നു മുതൽ വിശുദ്ധവാരാചരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് ഓശാന തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവറന്റ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ, കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ, ഫാദർ വിനു പീറ്റർ പടമാട്ടുമ്മൽ, ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ, ഫാദർ ബെർണാഡ് കല്ലൂർ, ഫാദർ ലോറൻസ് സേവ്യർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ കൂട് മത്സ്യകർഷകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂരിലെ കൂട് മത്സ്യകർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കൂട് സമ്പ്രദായത്തെക്കുറിച്ചും സംസ്കാര രീതികളെക്കുറിച്ചും കർഷകർക്ക് അറിയാമെങ്കിലും കേജ് വെബിങ്ങിന്റെ നിർമ്മാണം, പരിപാലനം, നന്നാക്കൽ എന്നിവയിൽ വേണ്ടത്ര വൈദഗ്ധ്യമില്ല. ഇത് മെച്ചപ്പെടുത്തിയെടുക്കാനും കൂട് കൃഷി പ്രവർത്തനങ്ങളിൽ സ്വയം പര്യാപ്തത വളർത്തിയെടുക്കാനും മേഖലയിലെ സഹകൂട് കർഷകർക്ക് പരിശീലനം നൽകാൻ കഴിവുള്ള ഒരു കോർ ടീമിനെ വാർത്തെടുക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ആറാട്ടുപുഴ പൂരത്തിനിടെ വീണ്ടും ആനയിടഞ്ഞു. ഉടൻ തന്നെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് ആനയെ തളച്ചു. ഇരിഞ്ഞാലക്കുടയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവ് മരിച്ചു. കാട്ടുങ്ങച്ചിറ സ്വദേശി 43 വയസ്സുള്ള ഷാനവാസാണ് മരിച്ചത്. ക്രിസ്തുവിന്റെ ജെറുസലേം സ്മരണ പുതുക്കി ലോകമെന്ന് ഓശാന ഞായർ ആഘോഷിക്കുകയാണ്. ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.